നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പതിവിലും ദാഹം കൂടും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഗോവിന്ദ, പോ. തിരുമേനി, എന്റെ ചേച്ചിക്ക് എപ്പോ നടക്കാൻ കഴിയും? ഇനിയും സമയം വേണ്ടി വരുമോ? തിടുക്കം കാട്ടാതെ കുട്ടി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കണക്ക് പ്രകാരം ഇനി ഒരു ദിവസത്തെ ചികിത്സ കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നടക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ലച്ചുനിപ്പോ സന്തോഷമായല്ലോ. ചേച്ചി, ഞാൻ ഫോണൊന്ന് നോക്കട്ടെ. എന്താ രാജുട്ടാ? ആ അമ്മു, ഇവിടെ ഹൽദിയുടെ ആഘോഷം നടക്കുക. ഒച്ചയും ബഹളൊക്കെ കേൾക്കുന്നുണ്ട്. അവരിന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? നാളെ സന്തോഷം ഉണ്ടാവില്ല. ഇന്നെങ്കിലും സന്തോഷിച്ചോട്ടെ എന്ന് ഞാനും കരുതുന്നത്. എനിക്കെന്റെ വാക്ക് പാലിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാ ഞാൻ. നാളെ കൊണ്ട് ചേച്ചിയുടെ ചികിത്സ കഴിയും. അല്ല, സ്വാതിക്ക് നടക്കാൻ കഴിയും അമ്മു? രാജുവേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും നടക്കാൻ കഴിയുമെന്ന് കരുതണ്ട. പക്ഷേ ഒരാളെ കൈ പിടിച്ച ചേച്ചിക്ക് നടന്നു വരാൻ കഴിയും. ഞങ്ങളതിന് കാത്തിരിക്കാം അമ്മു. പിന്നെ പലഹാരപ്പൊതിയിൽ വെച്ചിരുന്ന മഞ്ഞൾ എന്തിനാന്ന് അമ്മുന് മനസ്സിലായോ? അത് രാജുവേട്ടൻ പറ്റിച്ച പണിയാന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയതാ. അദ്ദേഹത്തോട് അത് ഞാൻ പറയുകയും ചെയ്തു. ഹൽദിക്ക് മുമ്പ് അമ്മൂന് ആ മഞ്ഞൾ സ്വാതിയുടെ മുഖത്ത് തൊട്ടുകൊടുക്കാൻ കഴിയണം. ദൈവം അവിടെ നമ്മുടെ കൂടെ നിന്നു. ഇന്ന് ചേച്ചിക്ക് മഞ്ഞൾ ലേപനം നടത്തേണ്ട ദിവസമായിരുന്നു. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം നല്ലാതെ എന്ത് പറയണ രാജുവേട്ടാ? മഞ്ഞൾ ലേപനത്തിന് വിശേഷപ്പെട്ട മഞ്ഞളാ വേണ്ടത്. അതിവിടെ തീർന്നിരിക്കായിരുന്നു. രാജുവേട്ടൻ തന്നുവിട്ട മഞ്ഞളാ ദേഹം ആകെ പൂശിയത്. അടിപൊളി. പെരുവണ്ണാപുരത്ത് അമ്മയുടെയും മഹാദേവന്റെയും അനുഗ്രഹം അനുഭവിക്കുമ്പോഴാ നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന വിശ്വാസം കൂടുന്നത്. അത് നടക്കും അമ്മു. സഞ്ജു മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഓരോന്നിനും നിന്നു കൊടുക്കുക. അഭിനയമാണെന്ന് അവന്റെ മനസ്സറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരിക്കൽ താലി കെട്ടി അഭിനയിച്ച ആളല്ലേ, എങ്കിൽ പിന്നെ ഇവിടെ അഭിനയിച്ചോട്ടെ. അമ്മുന്റെ തമാശ എനിക്ക് മനസ്സിലായി. അവൻ അനുഭവിക്കുന്ന വേദന അവന്റെ പ്രായത്തിലുള്ള മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇനിയാണെങ്കിൽ അനുഭവിക്കാനും പോകുന്നില്ല. എനിക്കറിയാം രാജുവേട്ടാ, ആ നല്ല മനസ്സിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാജുവേട്ടൻ ചെന്ന് അദ്ദേഹത്തോട് ഈ വിവരമൊന്നും പറയണ്ട. അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. ഏയ്, ഞാൻ പറയൊന്നുമില്ല. സഞ്ജനയുടെ ഹൽദിക്ക് മുമ്പ് ഞാൻ എന്റെ ചേച്ചിയുടെ ഹൽദി നടത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.